ഹായ് ഹലോ എല്ലാ കൂട്ടർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ദോശ ഉണ്ടാക്കിയിട്ടേ ദോശയും തികഞ്ഞില്ല, അതുപോലെ നമ്മളെ മാവും തികഞ്ഞില്ല എന്ന് പോലത്തെ ഒരു ഇതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളി ചമ്മന്തിയാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അടിപൊളി എന്ന് പറഞ്ഞാൽ എത്ര ദോശ തിന്നാലും മതിയാവില്ല മക്കളെ. ഈ ചട്നി ഉണ്ടെങ്കിൽ അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ മറുനാടൻ ചമ്മന്തി എന്ന് പറയാം. അത്രക്കും നല്ല രുചിയായിട്ടുള്ള ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചീനച്ചട്ടി വെച്ചു. അതിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചമ്മന്തി ചട്നി ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് അത്ര നല്ലതാണ്. നല്ല ടേസ്റ്റും കുറച്ചുണ്ടാകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്താൽ ആദ്യം തന്നെ കുറച്ച് വെളുത്തുള്ളി, അതായത് ഒരു 2 വലിയ വെളുത്തുള്ളിയാണ്. അപ്പോൾ അതിന് നീളത്തിൽ കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ സവോള ചേർത്തിട്ടുണ്ടായിരുന്നു. സവോള ഇട്ട് കൊടുത്തതിന് ശേഷം വഴറ്റിയിട്ട് പിന്നെ അതിലേക്ക് നമ്മൾക്ക് എരിവിന് ആവശ്യമുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 2 തണ്ട് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, അതുപോലെ ഞാൻ സവോള ഒക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് അങ്ങോട്ട് വഴന്ന് അങ്ങോട്ട് വന്നതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അങ്ങനെ തക്കാളി ഒരു 3 പഴുത്ത തക്കാളി നോക്കി ചേർത്തിട്ടുണ്ട്. അപ്പോൾ എത്ര ചമ്മന്തിയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ മൂടി വെച്ചിട്ട് ഒന്ന് അങ്ങോട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതേ മൂടി തുറന്ന് നോക്കുമ്പോൾ നല്ല പാകത്തിനുള്ള വേവായിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചു. പിന്നെ നമ്മൾ മിക്സിയുടെ ചെറിയൊരു ജാർ എടുത്തിട്ട് അതിലേക്ക് ചൂടാറിയതിൻ്റെ ശേഷം ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ടുള്ള കാര്യം കുറച്ച് താളിച്ച് കൊട്ടണം, എന്നാലാണ് ഇതിൻ്റെ ഒരു രുചി വരിക. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറിയൊരു കുഞ്ഞു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു, കടുക് ഇട്ട് കൊടുത്തു. കടുക് നന്നായി പൊട്ടി വന്നതിൻ്റെ ശേഷം നമുക്ക് നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. പക്ഷേ ഇവിടെ ആയിരിക്കും നല്ല ജീരകത്തിൻ്റെ മണം അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ചേർത്തത് വെളുത്തുള്ളി നീളക്കനെ കഷ്ണിച്ചതാണ്. പിന്നെ 2 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ അതേ ഒരു നുള്ളു കായത്തിൻ്റെ പൊടി ഇതും കൂടി ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് തീ ഓഫാക്കിയിട്ട് നമ്മൾ ചട്നിയിൽ കണ്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ദോശക്ക് ഇഡ്ഡലിക്ക് ഒക്കെ അടിപൊളി ടേസ്റ്റായിട്ടുള്ള നല്ല രുചിയുള്ള ചട്നി തന്നെയാണ് കേട്ടോ ഇത്. ഈ ഒരു ചട്നി ഉണ്ടെങ്കിൽ എത്ര ദോശ കഴിച്ചാലും മതിയാവില്ല, അത്രക്കും ദോശ കഴിച്ചു പോകും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.